ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ എല്ലാ മച്ചന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, എല്ലാവരും ഇതൊന്നും ആദ്യം പറഞ്ഞേ, എങ്ങനെയുണ്ട് എല്ലാവരും? സുഖമൊക്കെ അല്ലേ? അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഓക്സൈഡ് എന്ന് പറയുന്നൊരു ഗെയിമാട്ടോ. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ സർവൈവൽ ത്രില്ലർ പോലത്തെ ഒരു സാധനം. സർവൈവ് ചെയ്ത് മീൻസ് ഷെൽട്ടറൊക്കെ ഉണ്ടാക്കുക, മരം വെട്ടുക, കല്ല് വെട്ടുക, സ്റ്റോൺസ് അതെല്ലാം വാരുക, പിന്നെ കുറേ മെറ്റൽസും അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഞാനിതൊന്ന് നേരത്തെ എടുത്തൊന്ന് കളിച്ചായിരുന്നു. മീൻസ് നമ്മുടെ ട്യൂട്ടോറിയൽ ഒന്ന് കഴിയാൻ വേണ്ടി ആദ്യം എടുത്തൊന്ന് വെച്ച് കളിച്ചപ്പോൾ കുറച്ച് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കളിച്ചല്ലാണ്ട് നേരത്തെ കളിച്ചിട്ടില്ലത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ സാധനം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വായോ. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പം ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ ചുമ്മാ കയറുമല്ല, നമ്മൾ ജസ്റ്റ് ഒരു സെർവർ കാണും. മീൻസ് കുറേ ആൾക്കാർ ഇങ്ങനെ ഇതിനകത്ത് സെർവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെർവറിൽ കയറാം. മാക്സിമം നിങ്ങൾ ഫസ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ PvP സെർവറിൽ കയറാതിരിക്കുക. ഞാൻ PvP സെർവറിൽ കയറി എൻ്റെ പൊന്നോ എനിക്ക് വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ എവിടെയും പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാതെ പുറകിന് വന്ന് ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഈ ഉമ്മാരുടെ കയ്യിൽ നമ്മുടെ ഈ സ്റ്റോൺ ആക്സ് കാണും. ഉമ്മാർ ഇതെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളെ ഇട്ട് വെട്ടി നമ്മളെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ 3-4 പേരൊക്കെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് മാക്സിമം PvP അല്ലാത്ത സെർവേഴ്സ് സെലക്ട് ചെയ്തെടുത്ത് വെച്ച് കളിക്കാൻ നോക്കുക. എന്തുപോലെ ഇതൊന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിങ്ങനെ ഇതിനകത്ത് കുത്തിയിരുന്ന് പോവും. ഞാനിത് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇരുന്നിരുന്ന് പോയി ഒരുപാട് നേരം ഞാൻ ഇതിനകത്ത് ഇരുന്ന്. എന്തെന്ന് വെച്ചാൽ സമയം പോകുന്നത് പോലും നമ്മൾ അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളൊക്കെ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് വുഡ് വേണം. അപ്പോൾ ഞാൻ ആ വുഡ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ മരം വെട്ടുമ്പം നിങ്ങൾ ചുമ്മാ ഒരിടത്ത് തന്നെ വെട്ടാതെ ഈ ഇൻഡുമാർക്ക് വെട്ടുന്നിടത്ത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടുന്ന വുഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അല്ല നോർമലായിട്ട് എടുക്കുവാണെങ്കിൽ അതിങ്ങനെ എന്താ പറയുക 2, 3 +2 +3 എന്നേ വരത്തുള്ളൂ ഒരിടത്ത് തന്നെ വെട്ടുവാണ്. പക്ഷേ ഈ ഇൻഡുമാർക്ക് ഇരുന്നിട്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വുഡ് കിട്ടും. അപ്പോൾ ഗായ്സ്, ഞാൻ എന്തുപോലെ ഇപ്പം ഇനി നോക്കാൻ പോകുന്നത് എനിക്ക് ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലം വേണം. ഞാനിനി അതും നോക്കി കണ്ടുപിടിക്കട്ടെ ഗായ്സ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ചൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ഥലം, അതായത് അടുത്തെങ്ങും വലിയ ഷെൽട്ടേഴ്സൊന്നും ഇല്ലാതെ, മീൻസ് അത്യാവശ്യം ദൂരത്തൊക്കെ കാണും, എന്നാലും തൊട്ടടുത്ത് ഷെൽട്ടേഴ്സ് ഇല്ലാത്ത നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഷെൽട്ടേഴ്സ് ഇവിടെ നിന്ന് ആദ്യമേ ബിൽഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻസ് സെറ്റ് ചെയ്യണം. നമുക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അതായത് നമ്മൾ വുഡ് എത്ര കളക്ട് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ഷെൽട്ടേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫൗണ്ടേഷൻസും ബാക്കി സംഭവങ്ങളെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അത്യാവശ്യം വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വന്ന് കൊന്നാലോ അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റേ ഇത് കരടി, കാട്ടുപന്നി അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് നമ്മളെ കടിച്ചു കൊല്ലും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് സേഫായിട്ട് വെക്കാനും ഇപ്പോൾ നമ്മൾ മരിക്കുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ പോവാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഷെൽട്ടർ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ലോക്കേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് വെക്കണം. അതാണ് എൻ്റെ ഇപ്പം സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പോയിട്ട് എല്ലാം ഒന്ന് വെട്ടിക്കൊണ്ടൊന്ന് വരട്ടെ. നമ്മളിവിടെ അടുത്ത് പറഞ്ഞു നിർത്തിയ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെല്ലാം. അപ്പം ഇതുപോലെ നമുക്ക് ഷെൽട്ടർ വെച്ച് ലോക്കേഴ്സൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ അതായത് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഈ വുഡ് ആയാലും പിന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ആയാലും പിന്നെ സ്റ്റീൽസ് ആയാലും എല്ലാം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഷെൽട്ടർ ഫുള്ള് കെട്ടിയിട്ട് നമുക്ക് ബാക്കി പറയാം. എടാ, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തിൻ്റെയോ ഒരു ശബ്ദം ഞാൻ ഇപ്പോൾ കേൾക്കാം. ഹലോ എടാ 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 ഇങ്ങനത്തെ ഞാൻ പറയാം, നിങ്ങൾ ഇതിനകത്ത് കളിക്കുമ്പോൾ ഇതുപോലൊക്കെ ഡ്രസ്സ് ചെയ്ത് വരുന്നവന്മാരെ കാണുവാണെങ്കിൽ ഒന്ന് പേടിക്കണം. കാരണം ഒന്നുകിൽ നമ്മൾ ഇവന്മാരെ ടീമിൽ കയറ്റാൻ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവന്മാർ നമ്മളെ തല്ലിക്കൊല്ലാൻ വരുന്നതായിരിക്കും. എന്തെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യും. എന്തായാലും ഇതുവരെ ഇവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തുവായാലും നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കുക. എന്തായാലും ഞാൻ പോയിട്ട് ബാക്കിയും കൂടെ ഒന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരട്ടെ. എൻ്റെ എല്ലാം തീർന്നെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ട് ബാക്കിയും കൂടെ വെട്ടിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, എന്തുവരെ നമ്മൾ ഈ വെട്ടുമ്പോൾ ഈ ആക്സൊക്കെ നമ്മുടെ ഇത് ഉപയോഗം നശിച്ചു പോകും, അതിൻ്റെ മൂർച്ചയൊക്കെ പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ക്രാഫ്റ്റ് ചെയ്യണം ആക്സ്. അതായത് ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ തീർന്നത്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ നൈസായിട്ട് ക്രാഫ്റ്റ് ബട്ടൺ എടുത്തിട്ട് അതിനകത്ത് നോർമലി ക്രാഫ്റ്റ് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് 5 സെക്കൻഡ് കണ്ടുള്ളത് അത് ക്രാഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഗൈസ്, എന്തായാലും ഇതെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇനി അവൻ്റെ അടുത്തോട്ടൊന്ന് തിരിച്ച് ചെല്ലട്ടെ.
എടാ എന്തായാലും ഇതുവരെ ഉമ്മാർ എന്തായാലും എന്നെ വെടിവെക്കുമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഞാനെന്തായാലും വീടിൻ്റെ പണി ബാക്കിയൊന്നും ചെയ്യട്ടെ. ഞാനവിടെ കുറച്ച് ഗ്യാപ്പ് ഇടാം. കാരണം എനിക്ക് ഇവിടെ കുറച്ച് എന്തുവാ മറ്റേ സ്റ്റേഴ്സ് വെച്ചിട്ട് മേളിലോട്ടൂടെ കെട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എന്താണ് ഇത് പറ്റാത്തത്? ഇതെന്ത് പറ്റി? ഇവിടെ ഗ്യാപ്പുണ്ട്. ഇത് കയറാനുള്ള ഗ്യാപ്പ് ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്താ പറ്റി ഇത് കയറാത്തത്? പോകാൻ ഈ താഴെ നിൽക്കുന്നവനൊന്നും ചെയ്യല്ലേ. അവനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എടാ എല്ലാം പോവും. ഈ ഉണ്ടാക്കിയതെല്ലാം പോവും. പിന്നെ ആദ്യം തൊട്ട് വരേണ്ടി വരും. എടാ എന്തായാലും ഇതൊന്ന് റൊട്ടേറ്റ് വല്ലതും ചെയ്തിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എടാ എന്നിട്ടും പറ്റുന്നില്ല. എന്തോ ചെയ്യും ഇനി? എടാ ഇതിനിപ്പോൾ എന്തോ ചെയ്യും? പോവാം. ഡേ എടാ വെടി വെക്കുന്നു. വെളിയിറങ്ങ്. എടാ കതവിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് എന്താണ്ട് പണിഞ്ഞു വെച്ചേക്കുന്നത്. എന്തിത്? റിപ്പയർ കബോർഡാ. എനിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതും പൊളിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാം. എടാ ഇവൻ ശരിക്കും കൊല്ലാൻ നോക്കുവാടാ. എടാ ഞാനായിരുന്നു അവിടെ സ്റ്റെയർ വെച്ചിട്ടൊന്ന് രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. നടന്നില്ല. ഇതാണ് ഗൈസ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മീൻസ് ഇതുപോലുള്ളവന്മാരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കാതിരിക്കുക ഇവിടെങ്ങും. എങ്ങനെയും ഓടി രക്ഷപ്പെടുക. ഞാനിപ്പോൾ ഒരു മണ്ടത്തരം കാണിച്ച്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇനി അത്യാവശ്യം മരങ്ങളും അതെല്ലാം വെട്ടി വേറെ ഷെൽട്ടർ പണിയാൻ നോക്കാം. വേറെ വന്നില്ലെങ്കിൽ കൊള്ളാം ഗൈസ്. ഞാൻ എന്തായാലും പോയിട്ട് ആ മരം എല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ട് ഷെൽട്ടർ ഒന്ന് ബിൽഡ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ എന്തുപോലും ഞാൻ അത്യാവശ്യം കെട്ടി വെച്ചിട്ടുണ്ട്. ആരും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ആരും വരുത്തില്ലായിരിക്കും. എന്തായാലും നമുക്കെന്തായാലും ഇതെല്ലാം ഒന്ന് ഡോറ് പിടിപ്പിച്ച് ലോക്കാക്കി വെക്കാം. അവിടെ എനിക്ക് ഡോറ് വെക്കേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഡോർ എങ്ങനെ വെക്കുന്നതെന്ന് പഠിച്ചത്. നമ്മൾ ഈ ക്രാഫ്റ്റ് എടുത്തിട്ട് ഡോറ് ക്രാഫ്റ്റ് ചെയ്യണം. അല്ലാണ്ട് നടക്കില്ല. മറ്റേ ഇത് നമ്മൾ പണിയുന്ന പോലെ നോർമലി മറ്റേ നമ്മുടെ കയ്യിരിക്കുന്ന ചുറ്റി വെച്ചിട്ട് പറ്റില്ല. ക്രാഫ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. എന്തായാലും ആരും വരാത്തതുകൊണ്ട് ഭാഗ്യം. എന്തായാലും ഇതിൻ്റെ മേൽഭാഗവും എല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫുള്ള് കവറായിരിക്കും. നമ്മൾ ഈ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഉമ്മാർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. എന്തായാലും ഇതിനടുത്തൊരു കിടിലൊരു ഷെൽട്ടറുണ്ട്. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇതൊന്നും ഇപ്പം തീരുന്നു. അവിടെ ഞാൻ പറഞ്ഞ ഷെൽട്ടർ താണ്ട് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ എടുക്കുവേ നോക്കിക്കേ. ഇതാണ്. ഇത് നമുക്ക് ഇതുപോലൊക്കെ ഇതിനകത്ത് കിട്ടില്ല ഷെൽട്ടേഴ്സ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗായ്സ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര അടിപൊളിയാണ്. മീൻസ് ഇതുപോലെ കുറേ ഞൊരപ്പ് പിടിച്ചവന്മാർ ഇതിനകത്തുണ്ടെന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് ഓരോന്നോരോന്ന് ബിൽഡ് ചെയ്യാൻ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഓരോ സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഭയങ്കര രസം. ഞാനിപ്പം വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു ഒരു വീട് അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇപ്പം. അതുകൊണ്ട് ജസ്റ്റ് നൈസായിട്ടൊരു തട്ടിക്കൂട്ട് വീട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ. എന്തുവരെ നമ്മൾ ഇതിനകത്ത് കിഡിലും ഞാൻ ചെയ്തിട്ടുള്ളൂ. കിഡിലെ ഷെൽട്ടർ നമ്മൾ പണിയുന്നതായിരിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് നിങ്ങൾ മാക്സിമം ഇത് കളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്നെടുത്ത് ട്രൈ ചെയ്ത് നോക്കണേ. സോ ഗായ്സ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചൊന്ന് എൻഡ് ചെയ്യാണ് ഗായ്സ്. അല്ലെങ്കിൽ ഇത് അധികം ഭയങ്കര ലെങ്തായിപ്പോവും. അപ്പോൾ ഗായ്സ് എന്തായാലും എൻ്റെ ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഗായ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഗായ്സ് എന്തായാലും അടുത്തൊരു പുതിയ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.